നമസ്തേ. നാം ഇന്ന് ഭഗവത്ഗീതയുടെ 9-ാം അധ്യായം പഠിക്കുകയാണ്. 9-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതിൽ കൃഷ്ണൻ തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. താൻ എന്താണ്, താനും ഈ ലോകവും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്, തന്നിൽ നിന്ന് എങ്ങനെയാണ് ഈ ലോകം, ഈ പ്രപഞ്ചം സൃഷ്ടമായിട്ടുള്ളത്, അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ഈ കാര്യങ്ങളാണ് ഇതിനകത്ത് ശ്രീകൃഷ്ണൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ഇത് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇതിൽ രാജവിദ്യ രാജഗുഹ്യ യോഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. 34 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. അത് രാജവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യകളിൽ വെച്ച് രാജാവാണിവൻ, അങ്ങനെയുള്ളൊരു വിദ്യയെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ രാജഗുഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സീക്രട്ടായിട്ടുള്ള, അതായത് രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ്, രാജാവാണ്, രഹസ്യങ്ങളിലെ രാജാവാണ് ഈ വിദ്യ. അതുകൊണ്ടാണ് ഈ രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് ഈ അധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. കൃഷ്ണൻ മാത്രമേ ഈ അധ്യായത്തിൽ സംസാരിക്കുന്നുള്ളൂ. വേറെ അർജുനനോ അല്ലെങ്കിൽ നരേറ്ററായിട്ടുള്ള സഞ്ജയനോ ഈ അധ്യായത്തിൽ ഒന്നും പറയുന്നില്ല. അപ്പം അങ്ങനെയുള്ള 2-ാമത്തെ അധ്യായമാണിത്. 7-ാം അധ്യായം അങ്ങനെയുള്ളതായിരുന്നു. അത് കണ്ടപ്പോൾ അത് പഠിച്ചപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടുള്ളതുമാണ്. ഇനി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇതം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. നീ അശുഭങ്ങളിൽ നിന്ന് നീ മോചിതനാകത്തക്കവണ്ണമുള്ള അറിവാണ് ഞാനിപ്പോൾ തരുന്നത്. ജ്ഞാനവും അതിനോടൊപ്പം വിജ്ഞാനവും ഞാൻ നിനക്കിപ്പോൾ നൽകുന്നു. അത് ഏറ്റവും ഗുഹ്യതമമായിട്ടുള്ളതാണ്, ഏറ്റവും രഹസ്യമായിട്ടുള്ളതാണ്. അതാണ് ഞാനിപ്പം നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്നിട്ട് ആ വിദ്യയെ വിശേഷിപ്പിക്കുന്നത് രാജവിദ്യ, ഏറ്റവും വിദ്യകളിൽ വെച്ച് ഏറ്റവും ഉന്നതനാണ്, രാജാവാണ്. രാജഗുഹ്യം ഏറ്റവും വലിയ രഹസ്യാത്മകമായിട്ടുള്ളതാണത്. പവിത്രമിതം ഉത്തമം, പവിത്രമാണ്. പവിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ശുദ്ധീകരിക്കുന്നതിനുള്ളതാണ്. ഉത്തമമായിട്ടുള്ളതാണ്. പ്രത്യക്ഷ അവഗമം ധർമ്മ്യം, ഈ പ്രത്യക്ഷ അവഗമമാണ്, പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ധർമ്മ്യമാണ്, ചെയ്യേണ്ടതാണ്, ആചരിക്കപ്പെടേണ്ട ഒരു വിദ്യയാണിത്. ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം, വളരെ ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു വിദ്യയെക്കുറിച്ചാണ് അത് ഞാൻ പറയാൻ പോകുന്നത്. എന്താണത്? ഇത് മനസ്സിലാക്കാത്ത ആളുകൾ, അശ്രദ്ധധാന പുരുഷ, ഞാൻ ഇപ്പം പറയാൻ പോകുന്ന വിദ്യയെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ അതിൽ ഭക്തിയില്ലാത്ത ആളുകൾ, ധർമ്മസ്യാസ്യ അശ്രദ്ധധാന, അതായത് ഈ ധർമ്മത്തിൽ ശ്രദ്ധയില്ലാത്തവരായിട്ട് ഭക്തിയില്ലാത്തവരായിട്ടുള്ള പുരുഷന്മാർ എന്താണ്? അപ്രാപ്യമാം നിവർത്തന്തേ മൃത്യു സംസാരവർത്തനെ, അതായത് ഈ നശ്വരമായ ലോകത്തിൽ തന്നെ അവർ കിടന്ന് നരകിക്കും. അവർ എന്നെ പ്രാപിക്കുകയില്ല. എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിത്യമായ ആനന്ദം ലഭിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവർ ആത്മാവ് ആണ്, ആത്മസാക്ഷാത്കാരം നേടുന്നു എന്നാണ് അതിനർത്ഥം. ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ അവരെ ദ്വന്ദ്വഭാവങ്ങൾ, അതായത് സുഖദുഃഖാദി ദ്വന്ദ്വഭാവങ്ങളൊന്നും അലട്ടുന്നില്ല. അവരങ്ങനെ നിത്യമായ ആനന്ദത്തിൽ ലയിക്കും. അതാണ് ഈ പറയുന്നത്. അങ്ങനെ ശ്രദ്ധയില്ലാത്തവന്മാരായിട്ടുള്ള ഭക്തിയില്ലാത്തവന്മാരായിട്ടുള്ള ആളുകൾ എന്നെ പ്രാപിക്കാതെ ഈ മൃത്യു സംസാരത്തിൻ്റെ പാതയിൽ അവർ തുടരും. അതാണ് പറയുന്നത്. മയാ തദമിതം സർവം, നീ തന്നെക്കുറിച്ച് പറയാണ്, എന്നാലാണ്. മയാ തദമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി നചാഹം തേഷു അവസ്ഥിത. മയാ തദമിതം സർവം, എന്നാൽ ഈ ഇവിടെ ഉള്ള എല്ലാം അവ്യക്തമൂർത്തിയായ എന്നാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. മയാ തദമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന, മയാ അവ്യക്തമൂർത്തിന തദം ഇതം സർവം ജഗത്ത്. അതാണ് അതിനകത്ത് പറയുന്നത്. ഇപ്പം എന്നാൽ അവ്യക്തമൂർത്തിയായ എന്നാൽ ഈ മുഴുവൻ ജഗത്തും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു.
മത്സ്ഥാനി സർവഭൂതാനി, എന്നിലാണ് എല്ലാ ഭൂതങ്ങളും അടങ്ങിയിട്ടുള്ളത്. ന ചാഹം തേഷു അവസ്ഥിതക, അവരിൽ ഞാനല്ല. കാരണം എന്താ പറയുക, നമ്മൾ പറയുന്നുണ്ടല്ലോ എൻ്റെ ആത്മാവ്, എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവ് എന്നൊക്കെ നമ്മൾ സാധാരണ വ്യവഹാര ഭാഷയിൽ പറയുന്നുണ്ടെങ്കിലും സത്യമായിട്ടുള്ള സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മാവിലല്ല, നമ്മളിൽ ആത്മാവിരിക്കുകയല്ല, നമ്മളിൽ ആത്മാവിലാണ്, നമ്മൾ ആത്മാവിലാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലാതെ നമ്മളിലല്ല ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാ മസ്താനി ഭൂതാനി, ആത്മാവിലാണ് ഭൂതങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നാൽ അങ്ങനെയാണോ? അങ്ങനെ അല്ല താനും. പശ്യമേ യോഗം ഐശ്വര്യം, ഈശ്വരീയമായ എൻ്റെ യോഗത്തെ, എൻ്റെ ശക്തിയെ നീ കാണും. എന്താണ് അതിൻ്റെ അർത്ഥം? അവര് ഭൂതങ്ങൾ എന്നിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, പക്ഷേ എന്നിൽ അല്ല അവരിയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ ഞാനും അവരും ഒരേ അവസ്ഥയിലാണ്. അവരെന്റെ ഭാഗം തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ എന്നിലിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനത്തിന്, ഒരു പറച്ചിലിന് ഒരു വിലയുമില്ല. അപ്പൊ അവരെന്നിലിരിക്കുന്നുള്ളതല്ല, ഞാൻ എൻ്റെ ഭാഗം തന്നെയാണ് അവര്. ഭൂതവൃത്താണ് ഞാൻ അവരെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അവരെ ഞാൻ ഉൾക്കൊള്ളുകയാണ്. ഭൂതഭൃത്ത്, എൻ്റെ ഭാഗം തന്നെയാണ് അവര്. എന്നുവെച്ചാൽ ഭൂതസ്ഥോ, ഞാൻ അവരുടെ ആ ഭൂതങ്ങളിലൊന്നും അല്ല ഞാൻ ഇരിക്കുന്നത്, ഞാൻ അവരെ ഹോൾഡ് ചെയ്യാണ്, അവരെ ഞാൻ വഹിക്കുകയാണ്. ഭൂതഭൃത്ത് എന്നാണ് എന്നത്. ഭൃത്ത് എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കുന്നവൻ. ഭൂതഭൃത്ത് ന ഭൂതസ്ഥോ മമാത്മാ ഭൂതപാവനഹ. മമാത്മാ, ആത്മാവിനും ഒരു ആത്മാവോ? മമ ആത്മാവ്, എൻ്റെ ആത്മാവ്, അതല്ല എൻ്റെ തത്വം എന്നാണ് എൻ്റെ അർത്ഥം. എൻ്റെ തത്വം, എൻ്റെ സച്ചിദാനന്ദ തത്വം എന്ന് പറയുന്നത് ഭൂതഭാവന, ഭൂതങ്ങളെ ഭാവിക്കുന്നതാണ്. എന്നുവെച്ചാൽ ആ തത്വമാണ് ഈ ഭൂതങ്ങളുടെ രൂപവും അവയുടെ ഉൽപ്പത്തിയും എല്ലാം നിർണയിക്കുന്ന അവയാണെന്ന്. എന്നുവെച്ചാൽ ഞാൻ ഒരു ഞാനാണ് ഭൂതങ്ങളെ ഭാവിക്കുന്നത്. എന്നുവെച്ചാൽ ഡിസൈനറാണ് ഞാൻ. അതാണ് ഇവിടെ പറയുന്നത്. ഭൂതഭാവനക മമാത്മ, എൻ്റെ സച്ചിദാനന്ദ തത്വം എന്ന് പറയുന്നത് ഭൂതങ്ങളെ ഭാവിക്കുന്നതാണ്. ഭൂതങ്ങൾ എങ്ങനെയൊക്കെ ഇരിക്കണമെന്നൊക്കെ പറയില്ല, അതല്ലേ നമ്മുടെ ഒരു ഭാവന എന്ന് പറയുന്നത്. ഭാവിക്കുക എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതാണ് ഭാവനനാണ് ഞാൻ. അപ്പൊ അതാണ് ഞാൻ ഈ ഭൂതങ്ങളുടെ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം ഡിസൈനറാണ് ഞാൻ എന്ന് കറക്റ്റായിട്ട് പറയുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാ ആകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോമഹാൻ. എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന ഈ വായു ഉണ്ടല്ലോ, എവിടെ പോയാലും അത് വായു, ആകാശത്ത് തന്നെയാണ് വായു നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിനൊരു പോക്കില്ല. തഥാ സർവാണി ഭൂതാനി മത്സ്ഥാനി ഉപധാരയ. അങ്ങനെ അതുപോലെയാണ് എല്ലാ ഭൂതങ്ങളും എന്നിൽ നിൽക്കുന്നത്. വായു ആകാശത്ത് നിൽക്കുന്നത്, എവിടെ ഉണ്ടായാലും എങ്ങോട്ട് മാറി മറിഞ്ഞാലും ശരി, വായു ആകാശത്ത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് എല്ലാ ഭൂതങ്ങളും എന്നിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികാം. എൻ്റെ പ്രകൃതിയെ പ്രാപിക്കുന്നു എല്ലാ ഭൂതങ്ങളും. എപ്പോഴാണ്? കൽപ്പക്ഷയെ, ഒരു കൽപ്പം അവസാനിക്കുമ്പോൾ എല്ലാ ഭൂതങ്ങളും വന്ന് എന്നിൽ തന്നെ വന്ന് ലയിക്കുന്നു. പുനഃ താന് ഭൂതാനി കൽപ്പാദവും വിസൃജാമ്യകം. കൽപ്പത്തിന്റെ ആദിയിൽ ഞാൻ അവരെ ഉൽപ്പാദിപ്പിക്കുന്നു, ഒരു വിക്ഷേപിക്കുന്നു. വിസൃജാമി എന്ന് പറഞ്ഞാൽ വിക്ഷേപിക്കുക, പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ഉണ്ടവര്. അപ്പൊ അവരെ ഞാൻ പുറപ്പെടുവിക്കുന്നു, അവർക്ക് രൂപങ്ങൾ കൊടുത്ത് ഞാൻ പുറപ്പെടുവിക്കും. എപ്പോഴാണ്? കൽപ്പാദവും. ഓരോ കൽപ്പത്തിന്റെ ആരംഭത്തിൽ ഞാൻ അങ്ങനെ ചെയ്യും, കൽപ്പാന്തത്തിൽ അവരെ ഞാൻ തിരിച്ച് എന്നിലേക്ക് ഉള്ളടക്കും. ഇതാണ് ഈ പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ച് ഭഗവത്ഗീത പറയുന്ന കാര്യം. ഇതാണ് ഇത്. നമ്മൾ ഇത് ഉണ്ടല്ലോ, ബിഗ് ബാങ് തിയറിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. ബിഗ് ബാങ് തിയറിയിൽ ഒരു കോശത്തിൽ ചെന്ന് അവസാനിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ ആ കോശത്തിൽ ചെന്ന് എന്തിനു അവസാനിക്കണം? അതിനൊരു ന്യായമില്ല. കോശത്തിലെല്ലാം സങ്കോചിച്ച് കോശത്തിൽ വന്ന്, കോശത്തിലല്ല, ഒരു ആറ്റത്തിൽ വന്ന് സങ്കോചിച്ച് നിന്ന് കഴിഞ്ഞ ആറ്റത്തിൽ നിന്ന് പിന്നെ സങ്കോചമില്ലെന്നാണ് ബിഗ് ബാങ് തിയറി പറയുന്നത്, അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം പറയുന്നത്. പക്ഷെ അതിനൊരു ന്യായമില്ല, അതിനൊരു യുക്തിയില്ല.
സങ്കോചിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും സങ്കോചം എന്ന് പറഞ്ഞ ഒരു ആറ്റം എന്ന് പറഞ്ഞ നെഗറ്റീവ് പോസിറ്റീവ് എനർജികളുടെ ഒരു സമ്മേളനമാണ്. അതിനെ ചെന്ന് കൂട്ടിമുട്ടാതെ പിടിച്ചു നിർത്തുന്ന ഒരു ഊർജവും അതിനകത്തുണ്ട്. അങ്ങനെ കൂട്ടിമുട്ടാതെ പിടിച്ചു നിർത്തിയാലേ ആറ്റത്തിന്റെ രൂപത്തിൽ നിൽക്കുള്ളൂ. കൂട്ടിമുട്ടിയാലോ അത് പൂജ്യമായി പോവും. തുല്യമായിട്ടുള്ള എനർജിയാണ്, തുല്യമായിട്ടുള്ള നെഗറ്റീവ് പോസിറ്റീവ് എനർജി. അത് കൂട്ടിമുട്ടിയാൽ പൂജ്യം എനർജി. പൂജ്യം എനർജിയാണ് ഭൗതിക ഊർജത്തിന്റെ ആകെ അളവെന്ന് ഇപ്പോൾ സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര കൃത്യമായിട്ടാണ് ഭഗവത്ഗീതയിൽ അതിനെക്കുറിച്ച് പറയുന്നത്. ഒരു തത്വചിന്താപരമായ സമീപനമാണെന്നുള്ളതേ ഉള്ളൂ. സമീപനത്തിലെ മാറ്റം മാത്രമേ ഉള്ളൂ. അല്ലെ ഇതൊരു ശാസ്ത്ര പുസ്തകമൊന്നും അല്ലല്ലോ ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഇത് തത്വചിന്താ പുസ്തകമാണ്. ആ തത്വചിന്താ പുസ്തകത്തിൽ തത്വചിന്താപരമായ സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. ആ തത്വചിന്താപരമായ ചിന്തയിലാണ് ഇത് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി പ്രകൃതിയും സ്വാം, അപ്പൊ എന്താണ് പറഞ്ഞത്? കൽപ്പാദവും, കൽപ്പത്തിന്റെ ആദിയിൽ ഞാൻ പുറപ്പെടുവിക്കുന്നു, കൽപ്പത്തിന്റെ അന്തത്തിൽ ഞാൻ പിൻവലിക്കുന്നു. ഇത് തന്നെ ഈ കൽപ്പമാണ് സഹസ്രയുഗ പര്യന്തം അഹർ ബ്രഹ്മണോ വിദഹ. അപ്പൊ അതെന്താണ്? അതെന്ന് പറഞ്ഞാൽ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് സഹസ്രയുഗം. ആ സഹസ്രയുഗമാണ് ഒരു കൽപ്പം എന്ന് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി പ്രകൃതിയും സ്വാം അധിഷ്ഠായ, പ്രകൃതിയും സ്വാം അപഷ്ടഭ്യ, രണ്ടും ഒന്ന് തന്നെ. പ്രകൃതിയും സ്വാം അപഷ്ടഭ്യ വിസൃജാമി പുനഃ. ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ വിസർജിക്കുന്നത്? കൽപ്പാദത്തിൽ വിസർജിക്കുന്നു പറഞ്ഞില്ലേ? അതായത് വിക്ഷേപിക്കുന്നു, അവതരിപ്പിക്കുന്നു, പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞത് എൻ്റെ പ്രകൃതിയെ ഉപയോഗിച്ചാണ്. ഭൂതഗ്രാമം ഇമം കൃഷ്ണം അവശം പ്രകൃതിർവശം. പ്രകൃതിയെ ഉപയോഗിച്ചാണ് ഞാനിങ്ങനെ വിസർജിക്കുന്നത്. അപ്പം പ്രകൃതിയിൽ പൊതിഞ്ഞാണ് ഇത് പുറത്തേക്ക് വരുന്നത്. പ്രകൃതിയാണ് ഇതിന് രൂപം നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിന്റെ ഒരു പരിമിതി എല്ലാ ഭൂതങ്ങൾക്കും ഉണ്ട്. അതാണ് അവശം പ്രകൃതിർവശാത്. പ്രകൃതിയുടെ വശമായതുകൊണ്ട് അതിന് അതിൻ്റെതായ ഒരു അവശതയുണ്ട്. അല്ലെങ്കിൽ അവ എങ്ങനെ ഇരിക്കും? അവ ഞാൻ തന്നെയാണ്. ആത്മാവിന്റെ ഒരു ഭൗതിക രൂപപ്രകടനമാണ് എല്ലാ ഭൂതങ്ങളും. അത് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ടാണ് എന്നിൽ ഞാൻ അവയെ പിടിച്ചിരിക്കുന്നു, ഭൂതഭൃത്താണ് ഞാൻ എന്ന് പറയാനുള്ള കാരണം അതാണ്. ഭൂതഗ്രാമം ഇമം കൃഷ്ണം അവശം പ്രകൃതിർവശാത് പ്രകൃതിം സ്വാം അവഷ്ടഭ്യ വിസൃജാമി പുനഃ. ഇനി പറയുന്നു, ഞാൻ അങ്ങനെ ഇത് വിസർജിക്കുകയും തിരിച്ചു പിടിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. എന്നെ മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ. എന്നെ ഈ കർമ്മങ്ങളൊന്നും ബാധിക്കത്തില്ല. അതായത് എൻ്റെ ദോഷവശങ്ങളൊന്നും എന്നെ ബാധിക്കത്തില്ല. എന്തുകൊണ്ട്? ഞാൻ ഉദാസീനനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ഇതിനകത്തൊന്നും പ്രത്യേക ഇൻട്രസ്റ്റ് ഇല്ല എന്നർത്ഥം. ഞാൻ അതിലൊന്നും എനിക്ക് ആസക്തിയില്ല. അസക്തം തേഷു കർമ്മസു. എനിക്ക് ആ കർമ്മങ്ങളിലൊന്നും സംഘമില്ല. എനിക്ക് അസക്തനാണ് ഞാൻ. ഇത് തന്നെ 4:14 പറയുന്നുണ്ട്. നമാം കർമാണി ലിംബന്തി. എന്നെ കർമ്മങ്ങൾ ബാധിക്കുന്നില്ല. ചാതുർവർണ്ണ്യത്തെ സൃഷ്ടിച്ച ആളാണല്ലോ. പക്ഷെ ആ കർമ്മങ്ങളൊന്നും അദ്ദേഹത്തെ, ആത്മാവിനെ ബാധിക്കുന്നില്ല, കൃഷ്ണനെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ. അത് 4-ാം അധ്യായത്തിൽ പറയുന്നതാണ്. അതായത് 4:13 ചാതുർവർണ്ണ്യത്തിന്റെ സൃഷ്ടിയുടെ കാര്യം പറയുന്നു. എന്നിട്ട് അതിനകത്ത് പറഞ്ഞ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ എന്നെ അകർത്താരം അവ്യയമായിട്ട് മനസ്സിലാക്കണമെന്ന് പറയുന്നു. അതിനെ തുടർന്ന് അടുത്ത ശ്ലോകത്തിലെ പറയുന്നത് എന്നെ ഈ കർമ്മങ്ങളൊന്നും ബാധിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കർമ്മഫലത്തിൽ യാതൊരു ആഗ്രഹവുമില്ല. മേ കർമ്മഫലേ സ്പൃഹ ഇതിമാം യോ അഭിജാനാദി കർമ്മഫിർന സ ബധ്യതേ. ഇത് അറിഞ്ഞിട്ട് കർമ്മം ചെയ്യുന്നവരോ കർമ്മം ബന്ധിക്കത്തില്ലെന്നർത്ഥം. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഞാനിങ്ങനെ ഉദാസീനനായിട്ടേ ഇരിക്കുന്നുള്ളൂ. എനിക്ക് ഒന്നിലും ആസക്തിയില്ല, സംഘമില്ലാതാണ് ഞാനിതിങ്ങനെ ചെയ്യും. മയാ അധ്യക്ഷേണ, കുറച്ചുകൂടെ വിശ്വസിക്കുന്നു, എൻ്റെ അധ്യക്ഷതയിൽ പ്രകൃതിയാണ് ഈ ചരാചരങ്ങളെ ഇങ്ങനെ ജനിപ്പിക്കുന്നത്. ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. എനിക്ക് പരിവർത്തനമൊന്നുമില്ല. ഇപ്പം ഞാൻ പരിവർത്തിച്ചിട്ടല്ല ഈ ഭൂതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പ്രകൃതിയാണ് ഇതിനെയൊക്കെ ജനിപ്പിക്കുന്നത്. പ്രകൃതിയിലാണ് ഈ പരിവർത്തനം വരുന്നത്. അതുകൊണ്ട് തീർച്ചയായും പ്രകൃതിയുടെ ഭാഗം കൂടി ഉള്ളത് കൊണ്ട് ഈ ഭൂതങ്ങളെല്ലാം പരിവർത്തന വിധേയമാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്.
9:10 മയ അധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചരം. എല്ലാ ചരാചരങ്ങളെയും ഈ ജനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് പ്രകൃതിയാണ്. ഹേതുനാനേന കൗന്ദയ, അതിൻ്റെ ആ കാരണത്താൽ കൗന്ദയ ജഗത് വിപരിവർത്തത, ഈ ജഗത്ത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഇതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. എന്നെ അടുത്തത് പറയുന്നു, അവജാനന്തി മാം മൂഢാഹ, മൂഢന്മാർ എന്നെ അവമതിക്കുന്നു. എന്തുകൊണ്ട്? എങ്ങനെയാണ്? മാനുഷീം തനുമാശ്ര, ഞാനൊരു മനുഷ്യരൂപത്തിൽ നിൽക്കുകയാണെന്ന് അവര് എന്നെ അപമാനിക്കുകയാണ്. അപ്പൊ എന്നെ അങ്ങനെ അല്ല മനസ്സിലാക്കേണ്ടത്, എൻ്റെ പരംഭാവം അവർ മനസ്സിലാക്കണം. അവരങ്ങനെ അപമാനിക്കുന്നതിന് കാരണം പരംഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വരം, ഭൂതങ്ങളുടെ മഹേശ്വരനായ എൻ്റെ യഥാർത്ഥ രൂപം അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അവരെന്നെ അവമതിക്കുന്നത്. അങ്ങനെ അവമതിക്കുന്നവരാരാണ്? മൂഢന്മാരാണ്. അവരുടെ ആശകളും അതായത് മോഹങ്ങളും കർമ്മങ്ങളും ജ്ഞാനവും എല്ലാം നിഷ്പ്രയോജനങ്ങളാണ്. അതേസമയം വിവരമുള്ളവർ, മഹാത്മാക്കളായിട്ടുള്ളവർ എൻ്റെ ദൈവികമായ പ്രകൃതിയെ ആശ്രയിച്ച് എന്നെ നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ നിത്യവും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ജ്ഞാന ചാപ്യന്യേ, പലരും ഇങ്ങനെ ജ്ഞാനം കൊണ്ട് എന്നെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു. എന്ത് പറയുന്നു? ഇനി എൻ്റെ സ്വരൂപം, ശരിക്കുള്ള സ്വരൂപം എന്താണ്? അഹം ക്രതുരഹം യജ്ഞ, അതായത് 9:16 അഹം ക്രതു അഹം യജ്ഞ സ്വധാഹമഹം ഔഷധം മന്ത്രോഹം അഹമേവാജ്യം അഹമഗ്നിരഹം ഭൂതം എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ഒരു യജ്ഞത്തെ അവതരിപ്പിക്കുകയാണ്. ഒരു യജ്ഞത്തിലെ എല്ലാം ഞാൻ തന്നെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 4:24 ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. എല്ലാം ഒരു യജ്ഞത്തിന്റെ എല്ലാ ഭാഗങ്ങളും ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുന്ന പോലെയാണ് ഞാനാണ് അഹം ക്രതു. ക്രതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനുള്ള തീരുമാനം, വിൽ അല്ലെങ്കിൽ ഇതിനുള്ള റിസോൾവ് ഞാൻ തന്നെയാണ്. ഇത് ചെയ്യണമെന്നുള്ള ഒരു നിശ്ചയം ഉണ്ടാകുമല്ലോ, അത് ഞാൻ തന്നെയാണ്. യജ്ഞം ചെയ്യണമെന്നുള്ള യജ്ഞവും ഞാൻ തന്നെയാണ്. സ്വധാഹം, അതായത് പൂർവികന്മാർക്ക് കൊടുക്കാനുള്ള പിണ്ഡം, അതും ഞാൻ തന്നെയാണ്. ഔഷധം, അതായത് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഈ സസ്യജാലങ്ങൾ അതെല്ലാം ഞാൻ. മന്ത്രവും ഞാനാണ്, നെയ്യും ഞാനാണ്. യജ്ഞത്തിൽ ഹുതം ചെയ്യുന്ന ആജ്യം, അതായത് നെയ്യ്. അഹം അഗ്നിരഹം ഹുതം, അങ്ങനെ ഹുതം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, അഗ്നിയും ഞാൻ തന്നെയാണ്. പിന്നെ എന്നിട്ട് പറയുന്നു പിതാഹമസ്യ ജഗതഃ, ഈ ജഗത്തിന്റെ പിതാവ് ഞാനാണ്. മാതാധാതാ പിതാമഹ, മാതാവും ധാതാവും എന്നെ വഹിക്കുന്നതും എൻ്റെ മാതാവും പിതാവും പിതാമഹനും ഞാൻ പൂർവികനും എല്ലാം ഞാൻ തന്നെയാണ്. വേദ്യം പവിത്രം ഓങ്കാര ഋക്സാമ യജുരേവച, ആ പവിത്രമായ ഓങ്കാരവും അറിയപ്പെടേണ്ടതായ ഓങ്കാരം അതും ഞാൻ തന്നെയാണ്. ഋക്സാമ യജുരേവച, അതായത് 3 വേദങ്ങൾ, ഋക്ക് സാമം യജുർ. അന്ന് ഈ ആദ്യകാലത്ത് ഇങ്ങനെ 4ാമത്തെ വേദമായിട്ടുള്ള വേദമില്ല. ഇന്ന് 3 എണ്ണം മാത്രമേ ഉള്ളൂ. അതാണ് അതിനകത്തുള്ളത്. അഥർവവേദം അന്നില്ല. എതിർഭർത്ത പ്രഭുസാക്ഷി നിവാസ ശരണം സുഹൃത്ത് 9:18 പറയുന്നു. നിവാസ ശരണം സുഹൃത്ത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജം അവ്യയം. ഇവിടെയും പറയുന്നുണ്ട് ബീജം, അവ്യയമായ ബീജത്തിന്റെ കേന്ദ്രമാണ് ഞാൻ, ആ നിധി ആണ് ഞാൻ. അപ്പൊ എന്നിലാണ് അവ്യയമായ ബീജം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ഭൂതങ്ങളുടെയും ബീജം, അതായത് അതിൻ്റെ എല്ലാം കരുക്കൾ സ്ഥിതി ചെയ്യുന്നത് എന്നിലാണ്. അപ്പൊ എന്നിൽ നിന്നാണ് ഇങ്ങനെ പ്രകൃതി വഴി എല്ലാ ഭൂതങ്ങളും ഉണ്ടായി വരുന്നത്. എന്നിട്ട് എന്നിൽ തന്നെ വന്ന് അവ ആ കരുവിൻ്റെ രൂപത്തിൽ വന്ന് ലയിക്കും. ഗതിർഭർത്ത പ്രഭുസാക്ഷി നിവാസ ശരണം സുഹൃത്ത്, നിവാസവും സാക്ഷിയും ശരണവും അതിൻ്റെ ലക്ഷ്യവും അവരെ എല്ലാം ഭരിക്കുന്നതും അവരുടെ എല്ലാം പ്രഭവും പ്രളവും എല്ലാം ഞാൻ തന്നെയാണ്.
എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതിൽ തന്നെ പറയുന്നത് നിധാനം ബീജം അവ്യയം, അവ്യയമായ ബീജത്തിൻ്റെ നിധാനവും ഞാൻ തന്നെയാണ്. അപ്പൊ അതാണ് ഈ ഈശ്വരനെ ആത്മാവിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ഈ പറയുന്നത്. അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ആത്മാവിലാണ് എല്ലാ ജീവജാലങ്ങളുടെയും പിന്നെ ജീവനില്ലാത്തവരുടെയും എല്ലാം കരുക്കൾ അടങ്ങിയിരിക്കുന്ന ആത്മാവിൽ തന്നെയാണ്. തപാമ്യഹം വർഷം, അഹം വർഷം, തപാമ്യഹം അഹം വർഷം, ഞാൻ ചൂട് ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ അത് വസ്തുക്കളെ ചൂടാക്കുന്നുണ്ട്, വർഷം ഉണ്ടാക്കുന്നു, മഴ പെയ്യിക്കുന്നു, നിഗൃഹ്ണാമി ഉത്സൃജാമി ച, ഞാൻ ഇത് സൃഷ്ടിക്കുകയും നിഗ്രഹിക്കുകയും ചെയ്യുന്നു. അമൃതം ചെയ്വ മൃത്യുച്ച, അമൃതവും മൃത്യുവും ഞാനാണ്. അതായത് ദ്വന്ദ്വങ്ങളായി നമുക്ക് അനുഭവപ്പെടുന്ന എല്ലാം അത് ഈശ്വരനിൽ നിന്നുണ്ടാകുന്നതാണ്. സത് അസത് ഇത് രണ്ടും ഞാനാണ്. ഞാൻ ശരിക്കും എൻ്റെ രൂപം എന്താണ്? സത് ചിത്ത് ആനന്ദം. ഈ സത്തിൽ നിന്നാണ് സത്തും അസത്തുമായിട്ടുള്ള രണ്ട് വിഭജനങ്ങൾ ഉണ്ടാകുന്നത്, പ്രകൃതിയും പുരുഷനുമായിട്ടുള്ള. അങ്ങനെയാണ് എല്ലാ പ്രപഞ്ച വസ്തുക്കളും ഉണ്ടായി വരുന്നത്. അതിൽ ആ വിഭജനം വന്നാലും അതും ഞാൻ തന്നെയാണ്. എന്നിട്ട് പറയുന്നു ഈ 3 വേദങ്ങളെയും, അതായത് ഋക്സാമം യജുസ്, ഈ 3 വേദങ്ങളെ, അത് അഥർവമില്ലെന്ന് ഞാൻ പറഞ്ഞു, ഈ 3 വേദങ്ങൾ അനുസരിച്ചുള്ള യജ്ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇത് അതിൻ്റെ ഫലം അവർക്ക് കിട്ടും. അതിൻ്റെ ഫലം അവർക്ക് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ അതിൻ്റെ ഫലം അനുഭവിച്ചതിന് ശേഷം വീണ്ടും അവർ ഈ മർത്യലോകത്തിൽ തന്നെ വരും. എന്നുവെച്ചാൽ ആ വേദങ്ങൾ പറയുന്ന യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല. എസ്കേപ്പ് വെലോസിറ്റി കിട്ടത്തില്ല. അവരിവിടെ തന്നെ കിടക്കും. ഇവിടെ തന്നെ കിടന്ന് നല്ല പുണ്യകാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പുണ്യഫലം അവർക്ക് കിട്ടും. പക്ഷെ അതിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല. ഈ മർത്യലോകത്ത് തന്നെ അവർ നിൽക്കും. ഇനി അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവർ ആത്മചൈതന്യം, ആത്മസാക്ഷാത്കാരം നേടണം എന്നുള്ളതാണ്. അപ്പം ഇവരുടെ അതിനെന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ അതാണ് അനന്യ. ഇങ്ങനെ 3 വേദങ്ങളുടെയും പ്രകാരമുള്ള യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആളുകൾ അതിൻ്റെ ഫലമൊക്കെ അനുഭവിച്ചിട്ട് അതായത് മൃത്യു സംസാരത്തിൽ തന്നെ വന്ന് ചേരും. അവിടെ തന്നെ നിലനിൽക്കുക അവർ. പക്ഷെ അല്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ, അതായത് നിത്യമായ ആനന്ദം ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? അതാണ് ഇനി അടുത്തത്. അനന്യ ചിന്തയന്തോ മാം യേ ജന പര്യുപാസതേ തേഷാം നിത്യ അഭ്യുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. 9:22. ഈ അതിൻ്റെ അവസാനത്തെ 8 അക്ഷരങ്ങളാണ് യോഗക്ഷേമം വഹാമ്യഹം. ഇതാണ് LICയുടെ മുദ്രാവാക്യം. ഞങ്ങൾ വഹിക്കാം യോഗവും ക്ഷേമവും. യോഗവും ക്ഷേമവും എന്ന് പറഞ്ഞാൽ, യോഗം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിന് കൂടെ കൂട്ടുന്നതാണ്, നേടുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത്. ക്ഷേമം എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ പരിപാലിച്ചു പോകുന്നതാണ്. യോഗക്ഷേമം ഞാൻ വഹിക്കാം, ഞാൻ നിർവഹിക്കാം. എന്താണ് യോഗക്ഷേമം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. യോഗക്ഷേമം വഹാമ്യഹം. എന്താണ് ഇവിടുത്തെ അതിൻ്റെ അർത്ഥം? അനന്യ ചിന്തയന്തോ മാം യേ ജന പര്യുപാസതേ. അത് മറ്റ് ചിന്തകളൊന്നുമില്ലാതെ എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ തന്നെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, അവർ അങ്ങനെ ജനങ്ങളുണ്ടല്ലോ, തേഷാം നിത്യ അഭ്യുക്താനം, എന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അവരുടെ യോഗക്ഷേമം ഞാൻ വഹിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. അതെങ്ങനെയാണ് വഹിക്കുന്നത്? അവർക്ക് മാത്രം എന്തെങ്കിലും കൊടുക്കൂ? അങ്ങനെയല്ല. അവര് ആത്മസാക്ഷാത്കാരം നേടും. അവർ ആത്മഭാവത്തെ പ്രാപിക്കും. ആത്മഭാവത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാ ഭൂതങ്ങളെയും തന്നിൽ കാണും, തന്നിൽ തന്നെ കാണും. അതായത് തൻ്റെ ഭാഗം തന്നെയാണ് എല്ലാ ഭൂതങ്ങളും എന്നുള്ളൊരു ബോധം അവർ കുതിക്കും. അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനെ കുറിച്ചാണ് അപ്പൊ അവർക്കെല്ലാം ഉണ്ട്. അതാണ് യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയുന്നത്. അവർക്കെല്ലാം ഉണ്ട്. അവരുടെ ഇതിൽ അവരുടെ ഭാഗം തന്നെയാണ്. പിന്നെ അവർക്ക് മറ്റൊന്നും കാമിക്കാനില്ല, മോഹിക്കാനില്ല. അതുകൊണ്ട് ക്രോധങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നിത്യമായ ശാന്തി കിട്ടും. ഒന്നിനു വേണ്ടി ഇല്ലാത്ത ഒന്നിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെടുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിശ്രമിച്ച് നേടിയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ഈ സന്തോഷ സന്താപങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനൊക്കെ മാറി മാറി നമ്മൾ വീഴുന്നു. അതൊന്നുമില്ലാതെ നിത്യമായ ഒരു അവസ്ഥയിൽ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് നിത്യമായ ആനന്ദം, ശാന്തിയും സമാധാനവും കിട്ടുന്നത്. ഈ
ദ്വന്ദ്വങ്ങൾ, സുഖം, ദുഃഖം, സന്താപം, സന്തോഷം, ഇതൊക്കെ കൂടെ ചേർന്ന് ഇത് ദ്വന്ദ്വം ആയിട്ടാണ് വരുന്നത്. സന്തോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്താപവും ഉണ്ടാവും, സുഖമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദുഃഖവും ഉണ്ടാവും. ഈ ദ്വന്ദ്വങ്ങളെല്ലാം ചേർന്നിട്ട്, ഇതെല്ലാം നെഗറ്റീവും പോസിറ്റീവായിട്ട് കണക്കാക്കിയിരുന്ന ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ ഇതൊരു പൂജ്യാവസ്ഥയിലാകും. ആ പൂജ്യാവസ്ഥ എന്താണ്? അതാണ് ആത്മാവിലെ ആത്മാംശമായിട്ടുള്ള സച്ചിദാനന്ദത്തിലെ ആനന്ദം എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും വസ്തുക്കളിൽ അപേക്ഷിച്ചിട്ടുള്ളതല്ല, അത് വസ്തു നിരപേക്ഷമായിട്ടുള്ള സന്തോഷമാണ്. അതാണ് ആത്മാവിൽ പറയുന്ന ആനന്ദം. അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതാണ് യോഗക്ഷമം വഹാമ്യഹം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഏ അപ്പി അന്യ ദേവതാ ഭക്താഹ യജന്തേ ശ്രദ്ധയാന്വിതാഹ തേപി മാമേവ കൗന്ദേയ യജന്തി അവിധിപൂർവകം. മറ്റു ദേവതകളെ പ്രാർത്ഥിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. വിധി അനുസരിച്ചല്ലെന്നുള്ളതേ ഉള്ളൂ. അവര് പക്ഷെ പ്രാപിക്കുന്നത് ആ ദേവതമാരെ ആയിരിക്കും. എന്നെ ആരാധിക്കുന്നവർ എന്നെ തന്നെ പ്രാപിക്കും. ദേവതമാരെ പ്രാപിക്കുന്നവർക്ക് എന്താണ്? പിന്നീട് അവര് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ മൃത്യു സംസാര വർത്തനയിൽ ചെന്ന് ചേരും. ഇതാണ്. ഇനി അതുകൊണ്ട് എന്ത് ചെയ്താലും നിങ്ങൾ ആത്മസമർപ്പണമായിട്ട് ചെയ്യണം. ആത്മാവിന് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുക. യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാതി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ മദർപ്പണം. എന്നിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാം ചെയ്യുക എന്ന് വെച്ചാൽ ആത്മാവിൽ അർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്താലും ആത്മാവിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അപ്പം നിനക്ക് സ്വന്തമായിട്ടൊരു സംഘം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ആഗ്രഹം, ഒരു പ്രതിപത്തി ഒന്നിലും ഉണ്ടാകത്തില്ല. നീ ലോകത്തിന് വേണ്ടിയായിരിക്കും അപ്പോൾ കർമ്മം ചെയ്യുന്നത്. തെക്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയ എന്ന് പറയുന്നതുപോലെയാണ്. അതായത് ആ ഒരു അവസ്ഥയിൽ നീ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് ശാന്തി ലഭിക്കും എന്നുള്ളതാണ്. ഇനി വലിയൊരു കാര്യം ചെയ്തു. ഞാൻ ഈ ലോകത്ത് ആരിലെങ്കിലും കൂടുതൽ നിൽക്കുന്നു കുറവ് നിൽക്കുന്നു ഒന്നുമില്ല. എല്ലാവരിലും സമമായിട്ടാണ് ഞാൻ നിലനിൽക്കുന്നത്. സമോഹം സർവഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും ഞാൻ സമമായിട്ടാണ് നിലനിൽക്കുന്നത്. നമേ ദേഷ്യോസ്തി, എനിക്ക് ആരോടും ദേഷ്യമില്ല. ന പ്രിയക, ആരോടും പ്രിയവുമില്ല. ഏ ഭജന്തി തുമാം ഭക്ത്യ മയി തേ തേഷു ചാപ്യകം. ആരാണോ എന്നെ ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്നത്, ഉപാസിക്കുന്നത്, അവര് എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവരെന്നിൽ സ്ഥിതി ചെയ്യും എന്ന് വെച്ചാൽ അവർക്ക് ആത്മസാക്ഷാത്കാരം കിട്ടും. അപ്പോഴും തേഷു ചാപ്യഹം, ഞാൻ അവരിലും സ്ഥിതി ചെയ്യും എന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നായിത്തീരും എന്നർത്ഥം. എന്നെ ആശ്രയിച്ച്, എന്നിൽ സ്വയം അർപ്പിച്ച്, എന്നെ ആശ്രയിച്ച് ഭക്തിപൂർവം ഉപാസിക്കുന്നവർ എന്നിൽ പ്രവേശിക്കും. അങ്ങനെ ഞാനും അവരും ഒന്നാകും. അവരെന്നിലും ഞാൻ അവരിലും സ്ഥിതി ചെയ്യും. ഇനി ഏറ്റവും ദുരാചാരനായിട്ടുള്ള ഒരാളായാലും അഭിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യപാക്, മറ്റൊന്നും ചിന്തിക്കാതെ അവൻ എന്നെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവൻ സാധുവാണെന്ന് കണക്കാക്കപ്പെടണം. സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ, അവൻ ശരിയായ പാതയിലേക്ക് വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവൻ ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും ദുഷ്ടനായിട്ടുള്ള ഒരാളായിക്കോട്ടെ, പക്ഷെ ഈശ്വരനെ പ്രാർത്ഥിക്കാനായിട്ട് മറ്റ് സകലതും കളഞ്ഞിട്ട് ഈശ്വര സാക്ഷാത്കാരത്തിനായി വന്നു കഴിഞ്ഞാൽ അവൻ ശരിയായ പാതയിലേക്ക് വന്നു. അവൻ സാധുവായിട്ട് കണക്കാക്കപ്പെടും. ക്ഷിപ്രം ഭവതി ധർമാത്മാ, അവൻ പെട്ടെന്ന് തന്നെ ധർമാത്മാവായി തീരും. അവന് ശാശ്വതമായ ശാന്തി കിട്ടും. അവൻ അതിനെ പ്രാപിക്കും. ഹേ അർജുന, ഞാൻ എൻ്റെ ഭക്തന്മാരെ ഒരിക്കൽ ഉപേക്ഷിക്കുകയില്ല എന്നാണ്. കൗന്ദയ പ്രതിജാനീഹി, ഇതെൻ്റെ പ്രതിജ്ഞയാണ്. നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തന്മാർ നശിച്ചു പോവുകയില്ല. അതാണ്. മാം ഹി പാർത്ഥ, വളരെ കൺട്രോവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശ്ലോകമാണ് ഞാൻ ഇനി ചൊല്ലാൻ പോകുന്നത്. മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേ പി സ്യു പാപയോനയ സ്ത്രീയോ വൈശ്യാസ്തഥാ ശൂദ്ര തേ പി യാന്തി പരാം ഗതി. അവരും പരമമായ ഗതിയെ പ്രാപിക്കും. ആരാണ്? മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ, എന്നെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നെ തന്നെ ആശ്രയിച്ചുകൊണ്ട് മറ്റ് ആരൊക്കെയുണ്ടോ, അതായത് മറ്റ് പാപയോനികൾ, പാപയോനിയിൽ പിറന്നവർ എന്നർത്ഥം.
പാപികളായിട്ട് ഉള്ളവർ എന്നർത്ഥം, പാപികളായി തീർന്നവർ. പാപയോനേഹ സ്ത്രീയോ സ്ത്രീകൾ, വൈശ്യ വൈശ്യന്മാർ, തഥാ ശൂദ്രാക അതുപോലെ തന്നെ ശൂദ്രന്മാരും അവരും പരമമായ ഗതിയെ പ്രാപിക്കാം. അപ്പൊ എന്നെ ഇപ്പൊ ഒരാളുടെ ഏറ്റവും ദുരാചാരനായിട്ടുള്ള ഒരാൾ എന്നെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിൽ തന്നെ ആശ്രയം തേടിക്കൊണ്ട് എൻ്റെ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ശരിയായ പാതയിൽ വന്നുവെന്ന് കണക്കാക്കപ്പെടണമെന്ന് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതിന് ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. അത്തരത്തിലുള്ള പാപികളായിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ സ്ത്രീകളും വൈശ്യന്മാരും ശൂദ്രന്മാരും ഒക്കെ എന്നെ തന്നെ ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ അവരും പ്രാപിക്കും. അവർക്കിതൊന്നും നിഷിദ്ധമല്ല, അവരിതൊന്നും അകറ്റി നിർത്തപ്പെടുന്നില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് അന്നത്തെ കാലത്ത് ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ളവരാണ്. എന്ന് വെച്ചാൽ അന്ന് ഈ ശൂദ്രന്മാർക്ക് വേദാഭ്യസനത്തിന് അവകാശമില്ലായിരുന്നു. വൈശ്യന്മാർക്ക് അതൊരു കച്ചവടക്കാരൊക്കെയാണ്, കൃഷിക്കാരും ഒക്കെയാണ്. അവർക്കും ഇതിനകത്ത് വലിയ ഔത്സുക്യമില്ല. അവർക്കും ഈ വേദവിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ മറ്റുള്ളവർക്ക് താല്പര്യമില്ല. സ്ത്രീകൾക്ക് ഏത് വർണ്ണത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി അവർക്ക് ഗുരുകുലത്തിൽ പോയി വിദ്യാഭ്യാസം ചെയ്യാനുള്ള അനുമതി ഇല്ലായിരുന്നു. കാരണം എന്നാൽ ഗുരുകുലത്തിൽ പുരുഷന്മാർക്ക് മാത്രമാണ് അത് മാറ്റിവെച്ചത്. നമുക്ക് തന്നെ ആലോചിക്കാം, ഇന്ന് പോലും അതൊന്നും പറ്റത്തില്ല. അന്ന് അതുപോലെ തന്നെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുടെ കൂട്ടത്തിൽ പെൺകുട്ടികൾ പോയിരുന്നു പഠിക്കുന്ന ഒരു പതിവില്ലായിരുന്നു. അതായത് ഗുരുകുലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന്റെ വീട്ടിലാണ്. ഗുരുവിന്റെ വീട്ടിൽ മറ്റു വേലകളൊക്കെ ചെയ്ത് ഗുരു പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അനുസരിച്ച് ഗുരുവിന് വിധേയനായിട്ട് നിന്ന് വിദ്യ അഭ്യസിക്കുക. ഇതാണ് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അവിടെ സ്ത്രീകളെ കൊണ്ട് വിടുന്ന പരിപാടിയില്ല. അത് ഒരു തെറ്റായ കാര്യമാണെന്ന് ആർക്കും ഇന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നത്? ഈ ഉപനിഷത്തുകളിലൊക്കെ വലിയ വിദ്യാസമ്പന്നരായിട്ടുള്ള യുവതികളുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരൊക്കെ വലിയ രാജസദസ്സിൽ ചർച്ചകളിൽ പങ്കെടുത്തവരായിട്ട് പറയുന്നുണ്ട്. അതിൽ ഒരാളാണ് ഗാർഗി എന്ന് പറയുന്നത്. യാജ്ഞവൽക്യ മുനിയുമായിട്ടൊക്കെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. യാജ്ഞവൽക്യന്റെ 2 ഭാര്യമാരുണ്ട്. അതിൽ ഒരാള് മൈത്രേയി, വലിയ ഈ പിന്നെ ആത്മീയ കാര്യങ്ങൾ വലിയ താല്പര്യമുള്ളതാണ്. അവള് ഭർത്താവിൽ നിന്ന് ഈ ആത്മീയതത്വങ്ങൾ പഠിക്കുന്ന ഒരു രംഗവും ഈ ബൃഹദാരണ്യ ഉപനിഷത്തിലുണ്ട്. മറ്റേതും ഗാർഗിയെ അവതരിപ്പിക്കുന്നതും ബൃഹദാരണ്യ ഉപനിഷത്തിലാണ്, ഉപനിഷത്തുകളുടെ കൂട്ടത്തിൽ. അപ്പൊ ഈ അന്നും ഇതുണ്ട്. അത് എങ്ങനെയാണ് പഠിക്കുന്നത്? ഭർത്താവിൽ നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ പിതാവിൽ നിന്നോ സഹോദരനിൽ നിന്നോ പഠിക്കണം. അതാണ് വീട്ടിൽ തന്നെയുള്ള വിദ്യാഭ്യാസം. അതാണ് അവർക്ക് അന്ന് കൊടുത്തിരുന്നത്. അല്ലാതെ ഗുരുകുലത്തിൽ പോയി പഠിക്കുന്ന പരിപാടി അവർക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആരായാലും ശരി, എത്ര മോശക്കാരാണെങ്കിലും ശരി, അതുപോലെ ഈ ഇവിടെ പറയുന്ന പാപയോനികൾ സ്ത്രീകളെയും വൈശ്യന്മാരെയും ശൂദ്രന്മാരെയും ആണ് ഇവിടെ പാപയോനികളായിട്ട് കണക്കാക്കിയിരിക്കുന്നുള്ളതാണ് വലിയ ആക്ഷേപത്തിന് കാരണമായിട്ട് ആക്ഷേപത്തിന് വിധേയമാക്കിക്കൊണ്ട് ഈ വിമർശകർ ഉന്നയിക്കുന്നത്. പക്ഷെ അങ്ങനൊരു അർത്ഥം ഈ ശ്ലോകത്തിനില്ല. പാപയോനികളായ സ്ത്രീകളും വൈശ്യന്മാരും ശൂദ്രന്മാരും എന്ന് ഇതിനകത്ത് എവിടെയും പറയുന്നില്ല. അങ്ങനെ ഒരു അർത്ഥം ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റത്തില്ല. പാപയോനികളും സ്ത്രീകളും വൈശ്യരും ശൂദ്രന്മാരും. എന്തുകൊണ്ടാണ് പാപയോനി എന്ന് എടുത്തു പറയാൻ കാരണം? അതിനു മുമ്പ് പറഞ്ഞ ഏറ്റവും ദുരാചാരനായിട്ടുള്ള ആളാണെങ്കിൽ പോലും എന്നെ ആശ്രയിച്ച് എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് അവൻ എൻ്റെ പാതയിൽ എന്നെ പ്രാർത്ഥിച്ചാൽ, എന്നെ ഉപാസിച്ചാൽ അവൻ സാധുവായി പരിഗണിക്കപ്പെടണം. അവൻ ശരിയായ പാതയിൽ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇത് പറഞ്ഞിട്ടാണ്. അപ്പൊ ആ ദുരാചാരന്മാരായിട്ടുള്ള ആൾക്കാരുടെ അത് ഒന്നുകൂടെ ഇവിടെ എടുത്തു പറയണം. പാപയോനി, അങ്ങനെയുള്ളവരെയാണ് ഇവിടെ പാപയോനികൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ കണക്കാക്കാൻ പറ്റൂ. അങ്ങനെ ഒരു ശ്ലോകം മുന്നിലുള്ള ശ്ലോകത്തിലാണ് ഇത് പറയുന്നത്. അതിന് തുടർന്നാണ് ഇത് വരുന്നത്. അപ്പം പാപയോനികളിൽ പരാമർശിക്കുന്ന അങ്ങനെയുള്ളവരെയാണ്. അത് ഒന്ന്. ഇവൻ പാപയോനികൾ ഒന്ന്. ആ പാപയോനികളിൽ മാത്രമല്ല, സ്ത്രീകളായാലും വൈശ്യന്മാരായാലും ശൂദ്രന്മാരായാലും എല്ലാം അവരും ഇതുപോലെ പ്രാർത്ഥിച്ചാൽ അവർക്കും പരമമായ ഗതിയെ പ്രാപിക്കാൻ പറ്റും. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വിഭാഗക്കാർക്കായിട്ട് ഇത് മാറ്റി വെച്ചിട്ടില്ല എന്നാണ് ഈ പ്രഖ്യാപനത്തിന്റെ അർത്ഥം. ഇതൊരു വലിയ പ്രഖ്യാപനമായിട്ടാണ് നാം കാണേണ്ടത്. പിന്നെ എവർക്ക് പോലും പറ്റും. പിന്നെന്താണ്? പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന
ബ്രാഹ്മണന്മാർക്ക് പറ്റത്തില്ലേ? രാജർഷിമാർക്കായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള രാജർഷികൾ പറ്റത്തില്ലേ? പറ്റും. അവർക്കും പറ്റുമല്ലോ. അവര് പിന്നെ എങ്ങനെയാണ് അവർക്ക് പറ്റാതിരിക്കുന്നത്? അതാണ് അടുത്ത ശ്ലോകത്തിൽ ചോദിക്കുന്നത്. കിം പുനർ ബ്രാഹ്മണ പുണ്യ ഭക്ത രാജർഷയത്തത അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. എന്നെ പ്രാർത്ഥിക്കുക. അതാണ് അവരോടൊക്കെ പറയാനുള്ളത്. ഇപ്പം ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണനൊന്നും ആകത്തില്ല. മനുസ്മൃതി പോലും അത് സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ ഉപനിഷത്തുകൾ സമ്മതിക്കുന്നില്ല. നമ്മൾ ചാന്തോക്യ ഉപനിഷത്തില് ശ്വേതകേതുവിനോട് അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ഉദ്ദാലകാരുണി പറയുന്നത് അത് തന്നെയാണ്. നീ വെറുതെ ഇങ്ങനെ പഠിക്കാതെ നിന്ന് കഴിഞ്ഞാൽ നീ ബ്രാഹ്മണനാകത്തില്ല, ബ്രഹ്മബന്ധു മാത്രമേ ആവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പരമ്പരാഗതമായിട്ട് ജന്മം കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല ഈ വർണ്ണം. വർണ്ണം അവന്റെ കർമ്മങ്ങളൂടെ നോക്കിയാണ് അത് വരുന്നത്. അതിപ്പം ഈ ആരെങ്കിലും ഒരു വീട്ടിൽ കൊണ്ടുവന്ന് ബ്രാഹ്മണനായിട്ട് ആളെ ജനിക്കേണ്ടവരെയൊക്കെ സെലക്ട് ചെയ്ത് ദൈവം ഒരു വീട്ടിൽ കൊണ്ടുവന്ന് ബ്രാഹ്മണന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ജനിപ്പിക്കുന്നു. ഈ തരത്തിലുള്ള വിഡ്ഢിത്തം പറഞ്ഞ് ഇതിനെ ആക്ഷേപിക്കാൻ നോക്കരുത്. അങ്ങനെയുള്ള വിഡ്ഢിത്ത ധാരണയുള്ളവർക്ക് മാത്രമേ ഇതിനെ ഈ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. വിദ്യൻ ഉള്ളവനാണ്, അതുപോലെ ഈ ആത്മീയ ഗ്രന്ഥങ്ങൾ പഠിച്ചവനും വിദ്യാഭ്യാസമുള്ളവനാണ്, അവനാണ് പണ്ഡിതനാണ് ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. പഠിപ്പില്ലാത്തവൻ ബ്രാഹ്മണനല്ലാതെ മനുസ്മൃതി പോലും പറയുന്നു. അവൻ ശൂദ്രൻ തന്നെയാണ്. പഠിപ്പില്ലായ്മയാണ് ശൂദ്രത്വത്തിന് ആധാരം. അത് നാം മനസ്സിലാക്കണം. അവൻ ഏത് അച്ഛൻ്റെ മോനാണെങ്കിലും പഠിപ്പില്ലെങ്കിൽ അവനാണ് ശൂദ്രൻ. അപ്പം അവസാനം 34-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, മന്മനാഭവ മദ്ഭക്തോ, എന്നെ തന്നെ മനസ്സുറപ്പിച്ചവനാകുക, എന്നെ ഭജിക്കുക. മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു, എന്നെ നമസ്കരിക്കുക, എന്നെ യജിക്കുക, ഉപാസിക്കുക. മാമേ വേഷസി യുക്തൈവം ആത്മാനം മത്പരായണ, എന്നെ തന്നെ നീ പ്രാപിക്കും. യോഗയുക്തനായിട്ട് നീ എന്നെ തന്നെ പ്രാപിക്കും. ഇതാണ് ഈ ഒരു ആത്മാവിനെ കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ള വിവരണം. ഇതാണ് ഈ 9-ാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ അർജുനൻ നൽകുന്ന പാഠം. ഇത് നമുക്കുമുള്ള ഒരു പാഠമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി ആരാണ് നമ്മൾ എന്നും ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ പ്രകൃതിയായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മുടെ ഭാഗം തന്നെയാണ് ഈ പ്രകൃതിയിലുള്ളതെല്ലാം, മനുഷ്യരായാലും മറ്റ് ജീവികളായാലും. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഇതിൽ എടുക്കുക, മറ്റുള്ളത് അവിടെ ഇട്ടേക്കുക. നമ്മുടെ വകയല്ലതൊന്നും. ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.